രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച പ്രൗഢമായ വേദിയിലാണ് സാംസ്കാരിക സദസ്സ് നടന്നത്. ചടങ്ങിൽ വെച്ച് മഹാരഥോത്സവ ഉദ്ഘാടനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ നിർവഹിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് പാലൂർ ഷൺമുഖ പുരസ്കാരം ബിഗ് ബോസ് വിന്നറും സംവിധായകനും എഴുത്തുകാരനുമായ അഖിൽ മാരാർക്ക് ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ സമ്മാനിച്ചു. കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം വിമുക്ത ഭടൻ സജീവ് കുമാറിന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ സമ്മാനിച്ചു. മുൻ MLA ഡോക്ടർ CP മുഹമ്മദ്, തൃത്താല ശങ്കരകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി കട്ടുപാറ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ പൊട്ടിപ്പാറ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, V. ബാബുരാജ് എന്നിവരും സംബന്ധിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ ഡോക്ടർ VA അജയ്, വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ TP ജയചന്ദ്രൻ, കാന്താര സിനിമാസ് സ്റ്റെൻ കൊറിയോഗ്രാഫർ വിപിൻ ദാസ്, ആരതി, ശ്രീനന്ദ, തില്ലാന ബഡ്സ് ആൻഡ് BRC ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനം നേടിയ പുലാമന്തോൾ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വെച്ച് കൈമാറി. പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ, മോഹനൻ പനങ്ങാട്, പ്രദീപ് കോട്ടയ്ക്കൽ തുടങ്ങിയവരും സംബന്ധിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് മഹാരഥോത്സവ തൃക്കൊടിയേറ്റ് നടന്നു. മന്ത്രോച്ചാരങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന തൃക്കൊടിയേറ്റത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത്. നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളെ, ഭാരതീയമായിട്ട് നമുക്ക് ഈ രാജ്യത്തിന് ലഭിച്ച അറിവുകളെ പുച്ഛിക്കാനും പരിഹസിക്കാനും ഈശ്വരവിശ്വാസത്തെ ഇല്ലാതാക്കാനും എന്തിനേയും അടച്ചാക്ഷേപിക്കാനും എന്തിനേയും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ഒന്നിൽ ഒരു ചെറിയ നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാത്രം സ്വീകരിക്കാൻ പഠിക്കും. അതിൽ ധാരാളം തെറ്റുകൾ ഉണ്ടായേക്കാം. പക്ഷെ അത് തള്ളിക്കളയുമ്പോൾ, ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അയാൾക്ക് എല്ലാം നൽകുമെന്ന ചിന്തയിലല്ല പ്രാർത്ഥന. നിങ്ങൾ അയാൾക്ക് പ്രിയപ്പെട്ടവനായി മാറുക, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മൂർത്തിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന് പ്രിയപ്പെട്ടവനായി മാറാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.